ശമൂവേൽ ദീർഘദർശിയുടെ 2-ാം പുസ്തകം 16-ാം അധ്യായം 5 മുതൽ 14 വരെ തിരുവചനങ്ങൾ. ബറക്കുമോർ. ദാവീദ് രാജാവ് ബഹോരീമിലെത്തിയപ്പോൾ ശൗലിന്റെ കുലത്തിൽ ഗേരയുടെ മകൻ ശിമയി എന്നു പേരുള്ള ഒരുവൻ അവിടെ നിന്ന് പുറപ്പെട്ട് ദാവീദിനെ ശപിച്ചുകൊണ്ടുവരുന്നത് കണ്ടു. അവൻ ദാവീദിനെയും രാജഭൃത്യന്മാരെ എല്ലാവരെയും വീരന്മാരെയും ജനത്തെയും കല്ലുവാരി എറിഞ്ഞു. ശിമയി ശപിച്ചും കൊണ്ട് പറഞ്ഞു, രക്തപാതകനെ, നീച, പോകുക പോകുക. ശൗൽ ഗൃഹത്തിന്റെ രക്തം കർത്താവ് നിന്റെ മേൽ വരുത്തിയിരിക്കുന്നു. അവന് പകരമല്ലോ നീ രാജാവായത്. കർത്താവ് രാജ്യത്വം നിന്റെ മകനായ അബ്ശാലോമിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നീ രക്തപാതകനായിരിക്കാൽ ഇപ്പോൾ ഇതാ നിന്റെ പാപത്തിന്റെ ഫലം നിനക്ക് വന്നിരിക്കുന്നു. അപ്പോൾ സെരൂയയുടെ മകനായ അബീശായി രാജാവിനോട്, ഈ ചത്ത നായ എൻ്റെ യജമാനനായ രാജാവിനെ ശപിക്കുന്നതെന്ത്? ഞാൻ ചെന്ന് അവൻ്റെ തല വെട്ടിക്കളയട്ടെ എന്ന് പറഞ്ഞു. അതിന് രാജാവ്, സെരൂയയുടെ പുത്രന്മാരെ, എനിക്കും നിങ്ങൾക്കും എന്ത്? അവൻ ശപിക്കട്ടെ. ദാവീദിനെ ശപിക്കുക എന്ന് കർത്താവ് അവനോട് കൽപ്പിച്ചിരിക്കുന്നു. പിന്നെ നീ ഇങ്ങനെ ചെയ്യുന്നത് എന്ത് എന്ന് ആര് ചോദിക്കും എന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് അബീശായിയോടും തൻ്റെ സകല ഭൃത്യന്മാരോടും പറഞ്ഞത്, എൻ്റെ ബീജത്തിൽ നിന്ന് പുറപ്പെട്ട മകൻ എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ ഈ ബെന്യാമീന്യൻ ചെയ്യുന്നത് ആശ്ചര്യമോ? അവനെ വിടുവിൻ, അവൻ ശപിക്കട്ടെ. ദൈവം അവനോട് കൽപ്പിച്ചിരിക്കുന്നു. പക്ഷേ ദൈവം എൻ്റെ സങ്കടം കണ്ട് ഇന്നത്തെ ഇവൻ്റെ ശാപത്തിന് പകരം എനിക്ക് അനുഗ്രഹം നൽകും. ഇങ്ങനെ ദാവീദും അവൻ്റെ ആളുകളും നടന്നു പോകുമ്പോൾ ശിമയിയും മലഞ്ചെരുവിൽ കൂടി അടുത്ത് നടന്നു. നടന്നുകൊണ്ട് ശപിക്കുകയും കല്ലും പൂഴിയും വാരി അവനെ എറിയുകയും ചെയ്തു. രാജാവും കൂടെയുള്ള സകല ജനവും ക്ഷീണിച്ച് അവിടെ എത്തി ആശ്വസിച്ചു. ദൈവമാതാവേ, നിന്റെ പ്രാർത്ഥനകളാൽ നിന്റെ ഏകപുത്രൻ്റെ കൃപയും കരുണയും ഞങ്ങളുടെ മേൽ ധാരാളമായി ചൊരിയപ്പെടുമാറാകണമേ. ആമേൻ.